ഹായ് ഡിയേഴ്സ്, ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നേ. സിമ്പിൾ ഡിസൈനായിട്ട് ചെയ്തൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. ടെൻഡർ കോക്കനട്ടായിരുന്നു കേട്ടോ ഫ്ലേവർ വരുന്നത്. ആദ്യം സ്പഞ്ചിൽ ചെറുതായിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അതിനുശേഷം ടെൻഡർ കോക്കനട്ട് എന്ന് പറയുമ്പം അതിൻ്റെ കരിക്കിൻ്റെ വെള്ളവും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അത് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. ക്രീം ആഡ് ചെയ്തതിന് ശേഷം ടെൻഡർ കരിക്കിൻ്റെ ക്രഷ് സാധാരണ ഞാൻ ഇച്ചിരി ക്രഷായിട്ട് കടിക്കാൻ പാകത്തിനാണ് ഇടാറുള്ളൂ. ഈ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇവർക്ക് നല്ല പേസ്റ്റൽ പരുവത്തിൽ കേക്കിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളൊരു ഡിമാൻഡുള്ള കസ്റ്റമറാണ്. അവർക്ക് കേക്കിൽ കടിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർക്കത് ഇച്ചിരി പേസ്റ്റൽ രൂപത്തിലിരിക്കണം. അതുകൊണ്ട് നല്ല പേസ്റ്റാക്കി മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ല പേസ്റ്റൽ രൂപത്തിൽ ആക്കിയതിന് ശേഷമാണ് ഞാൻ അതിനകത്തേക്ക് അപ്ലൈ ചെയ്തത്. ഈ ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്നത് വേറെ ഏത് കേക്കിൻ്റെ ഫ്ലേവർ വന്നാലും ഈ കരിക്കിൻ്റെ കേക്കിൻ്റെ ആ ഫ്ലേവർ മറികടക്കാൻ വേറൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അത്രയും ഹൈലി ഡിമാൻഡുള്ളൊരു കേക്കാണ്. സൂപ്പർ ടേസ്റ്റി. എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു കേക്കും കൂടിയാണ് ഈ ടെൻഡർ കോക്കനട്ട്. അങ്ങനെ ഞാൻ ഫൈനൽ ലെയറും വെച്ച് അതും സോക്ക് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. 10 മിനിറ്റ് കൂളായി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്ത് ഫൈനൽ കോട്ട് ചെയ്ത് അത് ഫിനിഷ് ചെയ്തത്. ഈ കരിക്കിൻ്റെ കേക്കിൻ്റെ എൻ്റെ ഇന്ന് ഓൾമോസ്റ്റ് മേടിച്ച എല്ലാ കസ്റ്റമേഴ്സും തന്നെയും വീണ്ടും കരിക്ക് തന്നെ കൊണ്ടുപോയവരാണ് കേട്ടോ. അവർക്ക് വേറൊരു ഫ്ലേവർ മാറ്റി കൊടുത്താൽ അവർക്ക് പറയുന്ന ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ അത്ര ഒരു കേക്കും ആ ടേസ്റ്റിന് പിടിച്ചിരുത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അത്രയ്ക്കും ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ കരിക്കിൻ്റെ കേക്ക്. അങ്ങനെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തു. പിന്നെ ആ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ടും എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തത്. ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഉള്ള ഡിസൈനായിട്ടാണ് ഞാൻ കൊടുത്തത്. സ്പൂൺ വെച്ച് അതിൻ്റെ സൈഡ് ഭാഗത്ത് മുകളിലേക്ക് വരച്ചു കൊടുത്തു. അങ്ങനെ മുകളിലേക്ക് അത് ഫുള്ളും ചുറ്റും അങ്ങനെ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്തതിന് ശേഷം മുകളിലും ആ സ്പൂൺ വെച്ച് തന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുകൾ ഭാഗവും അങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല പതുക്കെ ചെറിയ ഇതൊക്കെ ഉള്ള സ്പൂണാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഹാർട്ട്സൊക്കെ വെച്ച് കൊടുത്ത് ഒരു സിമ്പിൾ ടോപ്പറൊക്കെ വെച്ച് കൊടുത്ത് അത് ഫൈനൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.